നമസ്കാരം ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വ്യത്യസ്തമായ കാര്യമാണ് കാണിക്കുന്നത്. ഞാനിവിടെ എൻ്റെ ബീറ്റ ഫ്രൈസിനെ വളർത്തുന്ന ടാങ്കിൽ അതിൻ്റെ പാരൻ്റ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കാരണം ഇതിൻ്റെ ഫ്രൈസിൻ്റെ പാരൻറ്റിന് വേണ്ടി, മെയിൽ ബീറ്റയ്ക്ക് വേണ്ടി ഞാൻ കുറേശ്ശെ മൊയിനെ ഫീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ശ്രദ്ധിച്ചപ്പോൾ ഏകദേശം 15 ദിവസം പ്രായമായി. ഞാൻ എൻ്റെ മെയിലിനെ ഈ ടാങ്കിൽ നിന്ന് മാറ്റി വേറൊരു ടാങ്കിലുണ്ട്, അതിനകത്ത് മെയിലുണ്ട്. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടേക്ക് നമ്മൾ ഫീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻഫ്യൂസോറിയ, മൈക്രോവേം ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ലാർജ് എമൗണ്ട് ഓഫ് വേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ബീറ്റ ടാങ്കിൽ. അപ്പോൾ അത് കൂടുതലായി കഴിഞ്ഞാൽ ബീറ്റാസിൻ്റെ കുഞ്ഞുങ്ങൾക്കും അതൊരു ദോഷമാണ്. അപ്പോൾ ഈ മൊയിന ഇപ്പോൾ ജീവനോടെ ഉള്ളൊരു ലൈഫ് ഫീഡാണ്. ഇവറ്റങ്ങൾ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഡീഗ്രേഡ് ആവുന്ന വസ്തുക്കളാണ് അവറ്റങ്ങൾ കൂടുതലായിട്ടും തിന്നുക. അഴുക്കുവെള്ളമാണ് അവറ്റങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഈ ബീറ്റ ടാങ്കിൽ മൊയിനുള്ള കാരണം ഇപ്പോൾ ഈ ടാങ്ക് നോക്കിയാൽ തന്നെ കാണാം വെള്ളം ക്ലിയറായി തുടങ്ങി. കാരണം ഇവറ്റങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഈ ആവശ്യമില്ലാത്ത വസ്തുക്കൾ അല്ലെങ്കിൽ ഇതിനകത്ത് കിടക്കുന്ന വേസ്റ്റ് ഇതിനകത്ത് കിടന്ന് ഇത് മൊയിനെ ഫീഡ് ചെയ്ത് ഇപ്പോൾ എൻ്റെ ഈ 2 ടാങ്കിലും മൊയിനെ നിറഞ്ഞു. അപ്പോൾ ഒരു പരിധിവരെ ഇവറ്റങ്ങൾ കുഞ്ഞുങ്ങളെ അറ്റാക്കൊന്നും ചെയ്യുന്നില്ല, പക്ഷേ താനെ അവർക്ക് ലൈഫ് ഫീഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു പ്രായം 15 ദിവസമായി. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ മൊയിനയുടെ കുഞ്ഞുങ്ങളെ ഈ ബീറ്റാസിൻ്റെ ഫ്രൈസിന് തിന്നാനുള്ള ഒരു വലുപ്പമായി. അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യുന്നത് വരെ കുറയ്ക്കാനുള്ളൊരു എളുപ്പമാണ്. ഇനിയിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇനിയൊരു 10-12 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിനകത്തുള്ള എല്ലാ മൊയിനെയും അപ്രത്യക്ഷമാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രൈസ് തന്നെ ഇവറ്റങ്ങളെ തിന്നും, ഫീഡ് ചെയ്ത് വലുതാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ലൈഫ് ഫീഡ് ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കത് നല്ലതാണ്. മൊയിനെ കുഞ്ഞുങ്ങളെ തിന്നുന്നത് എനിക്ക് ഇതുവരെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇതും നിങ്ങൾക്ക് വെള്ളം ക്വാളിറ്റി കളയാതിരിക്കാനായിട്ട്, വെള്ളം ക്വാളിറ്റി നിലനിർത്താൻ ഈ ഒരു മെത്തേഡും നിങ്ങൾക്ക് സഹായിക്കും. മൊയിനെ കൊണ്ടൊന്നും ഇടുന്നതല്ല, പക്ഷേ അങ്ങനെയുള്ള ഒരു മൊയിനൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാതിരിക്കുക, അതങ്ങനെ നിറഞ്ഞോളും. ഓക്കെ, താങ്ക് യു.